കോമഡി ഒന്നുമല്ല, ഒരു സീരിയസ് സിനിമ കേട്ടോ. കണ്ടു പറഞ്ഞായിരുന്നു സത്യം. നല്ലൊരു പാരന്റിങ്, ശരിക്കും കരഞ്ഞുപോയി. കണ്ടു ഭയങ്കര അവസാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര നല്ല നല്ല പടം. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് മലയാളത്തിലെ, വൺ ഓഫ് ദ ബെസ്റ്റ്. കോമഡിയാണോ? അല്ലല്ല, ഫീൽ ഗുഡ് മൂവിയാണ്. കുഴപ്പമില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. നമ്മുടെ ഒരു ആസിഫ് അലിയുടെ ഒരു ചെറിയൊരു കൊച്ചു കഥ അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം, നല്ലൊരു വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ. കോമഡിയാണോ ആസിഫ് അലി? കോമഡി ഒന്നുമല്ല, ഒരു സീരിയസ് സിനിമ കേട്ടോ. നമ്മുടെ ഒരു താരേ സമീൻ ബർക്ക പോലെ അതുപോലെ ഒരു പടം. നല്ല ഫിലിമാണ്. ആസിഫ് അലി, ദിവ്യപ്രഭ, കുട്ടി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കുട്ടിയുടെ അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട്. ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആവുന്ന ഒരു ഫിലിമാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ ഫിലിമാണ്. എന്തായാലും ഫാമിലി ഓഡിയൻസിനും കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലതാ മോനെ, നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണണം, നല്ല പടമാണ്. കുട്ടികൾക്കൊക്കെ ഗമ്മിനോടൊക്കെ കുറച്ച് പേടിയുണ്ടാവും. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആസിഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. കണ്ടു പറഞ്ഞായിരുന്നു സത്യം. കണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അമ്മമാർക്ക് കൂടുതലും. ബട്ട് ആ കുട്ടി കുറച്ച് ഹൈപ്പറായിട്ടുള്ളൊരു കുട്ടിയാണ്. നമ്മുടെ സമൂഹത്തിൽ ശരിക്കും ഹൈപ്പറായിട്ടുള്ള കുട്ടികളുള്ള മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ശരിക്കും ഫേസ് വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റായി. ശരിക്കും നന്നായിട്ടുണ്ട്, നല്ല പടം. പടം കൊള്ളാം, നല്ല രസം. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എനിക്കൊന്ന് പെർഫോമൻസാണ് മെയിൻലി പറയേണ്ടത്. കാര്യം ഭയങ്കര ഭംഗിയായിട്ട് ദിവ്യയാണെങ്കിലും ആസ്ഫിക്കാണെങ്കിലും ദീപക് ഏട്ടനാണെങ്കിലും എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രമേയവും ഭയങ്കര രസമുള്ളൊരു ത്രെഡാണ് സിനിമയുടെ. അതിൻ്റെ കുറേ മൂമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഭയങ്കര വളരെ ടച്ചിങ് ആയിട്ടുള്ള പല സീൻസൊക്കെ ഉണ്ട്. ആൻഡ് ആസ്ഫിക്കയുടെ ആണെങ്കിലും കുട്ടിയുടെ ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടു ഭയങ്കര അവസാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര നല്ല ദിവ്യയുടെ അവസാനത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കരഞ്ഞു പോകുന്നൊരു പടമാണ്. കുട്ടികളെ താലോചിച്ച് വളർത്തുന്നതിന് മനോഭാവം ചിത്രീകരിക്കുന്നുണ്ട്. കാരണം കുറച്ച് വിഷമിക്കുന്ന കഥകളാണ്. അപ്പുറത്തെ ബാലതാരം കാണിക്കുന്ന ഒരു കുടുംബതരവും തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ളതാണ്. അത് ആസിഫ് അലി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ഇതായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. നല്ലൊരു കുടുംബചിത്രം, നല്ലൊരു പാരന്റിങ്, ശരിക്കും കരഞ്ഞുപോയി. ആസിഫിക്ക സൂപ്പറായിരുന്നു. ഒർഹാനും സൂപ്പറായിരുന്നു. അതെ, കണ്ണു നിറയിച്ചു. ശരിക്കും കരഞ്ഞുപോയി. ഇപ്പോഴും ആ ഒരു ത്രില്ലിൽ നിന്ന് മാറിയിട്ടില്ല.